ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറിലെ ഈഡിപ്പസ് റെക്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. പുരാതന ഗ്രീക്ക് സാഹിത്യകാരനായിരുന്ന സോഫോക്ലീസിൻ്റെ ഒരു നാടകമാണ്. നമ്മളിവിടെ ആ പ്ലേയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1. The play opens in Thebes, which is suffering from a terrible plague. ഈ നാടകം ആരംഭിക്കുന്നത് തീബ്സിലാണ്. ഏതൻസിലെ നഗരമായിട്ടുള്ള തീബ്സ്. അവിടെ ഒരു പ്ലേഗ് പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഒരു പകർച്ചവ്യാധി വ്യാപിച്ചുകൊണ്ട് ആളുകളൊക്കെ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യമാണ് ആ നഗരത്തിലുള്ളത്. ഈഡിപ്പസ് ദ കിങ് സീക്സ് ദ ഹെൽപ്പ് ഓഫ് ദി ഒറാക്കിൾ അറ്റ് ഡെൽഫി ടു ഫൈൻഡ് എ ക്യൂർ. ഈഡിപ്പസ് അവിടുത്തെ രാജാവാണ്. അപ്പോൾ തൻ്റെ രാജ്യത്തെ ജനങ്ങൾ ഇങ്ങനെ പകർച്ചവ്യാധി പിടിപെട്ട് മരിക്കുന്ന കാണുമ്പോൾ അദ്ദേഹം ഈ ഒറാക്കിൾ അറ്റ് ഡെൽഫി എന്ന് പറയുന്ന ഒരു പ്രവാചകയുടെ അടുത്തേക്ക് ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി ഒരു സന്ദേശവാഹകനെ പറഞ്ഞയക്കുന്നു. ദി ഒറാക്കിൾ റിവീൽസ് ദാറ്റ് ദ പ്ലേഗ് ഈസ് എ റിസൾട്ട് ഓഫ് ദ സിറ്റീസ് ഫെയിലിയർ ടു ബ്രിങ് ദ മർഡറർ ഓഫ് ദ ഫോർമർ കിങ് ലായൂസ് ടു ജസ്റ്റിസ്. അപ്പോൾ ഈ പ്രവാചക പറയുന്നത് ഈ രാജ്യത്തെ മുൻപുണ്ടായിരുന്ന രാജാവായിരുന്ന ലായൂസ് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിനെ കൊല ചെയ്ത ആളെ കണ്ടെത്താനോ നീതിക്ക് മുന്നിൽ കൊണ്ടുവരാനോ കഴിയാത്തത് കൊണ്ടുള്ള ദൈവകോപമാണ് ഈ ഒരു പകർച്ചവ്യാധിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഈഡിപ്പസ് വോസ് ടു ഫൈൻഡ് ദ മർഡറർ ആൻഡ് സേവ് തീബ്സ് ലൈക്ക് ഹി സേവ് ദ സിറ്റി ഫ്രം ദ സ്ഫിങ്സ്. ഈഡിപ്പസ് ഇത് കേൾക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഈ കൊലയാളിയെ ഞാൻ കണ്ടെത്തും, ഈ രാജ്യത്തെ ഞാൻ രക്ഷിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഈ സ്ഫിങ്സ് എന്ന് പറയുന്ന ഒരു രാക്ഷസൻ അല്ലെങ്കിൽ ഒരു ഭൂതം, മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഒരു ഭൂതം ഈ രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷിച്ചത് ഈ ഈഡിപ്പസ് ആണ്. അതുപോലെ ഇത്തവണയും ഞാൻ ഈ രാജ്യത്തെ രക്ഷിക്കും എന്നൊക്കെയാണ് ഈഡിപ്പസ് പറയുന്നത്. ദ കോറസ് പ്രേസ്ഡ് ദ ഗോഡ്സ് ടു സേവ് ദം ഫ്രം ദ പ്ലേഗ്. കോറസ് എന്ന് പറയുന്നത് ഈ നാടകത്തിലെ പ്രധാനമായിട്ടുള്ള ഘടകമാണ്. അതായത് ഈ രാജാവിൻ്റെ സന്നിധിയിൽ ഉണ്ടാകുന്ന ഈ ഉപദേശകർ, മന്ത്രിമാർ, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് കോറസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അവർ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു വിപത്തിൽ നിന്ന് അവരുടെ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. പാർട്ട് 2. ഈഡിപ്പസ് സെൻസ് ഫോർ ദ ബ്ലൈൻഡ് പ്രൊഫറ്റ് ടിറേസിയാസ് ടു ഹെൽപ്പ് ഹിം അൺകവർ ദ മർഡറേഴ്സ് ഐഡൻറ്റിറ്റി. അങ്ങനെ ഈഡിപ്പസ് കൊലയാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പ്രവാചകന്റെ സഹായം തേടുകയാണ്. ടെറേസിയാസ് എന്ന പേരുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫറ്റിനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സന്ദേശവാഹകനെ, അദ്ദേഹത്തിൻ്റെ ബ്രദറിൻലോ അതായത് വൈഫിൻ്റെ സഹോദരനെ തന്നെയാണ് പറഞ്ഞയക്കുന്നത്. ഈഡിപ്പസ് പ്രോമിസസ് ലിനിയൻസി ടു ദ മർഡറർ ആൻഡ് റിവാർഡ്സ് ടു എനിവൺ വിത്ത് ഇൻഫർമേഷൻ ബട്ട് നോബഡി കംസ് ഫോർവേഡ്. എന്നിട്ട് ഈഡിപ്പസ് ജനങ്ങളോട് പറയുന്നു, ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെയാണ് ഈ പഴയ രാജാവിനെ കൊലപ്പെടുത്തിയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സത്യം തുറന്നു പറഞ്ഞോളൂ, നിങ്ങളോട് ദയ കാണിക്കാം, നിങ്ങളെ വധശിക്ഷയ്ക്ക് വിധിക്കൊന്നുമില്ല, നാട് കടത്ത് മാത്രമേ ചെയ്യുള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം അറിയുന്നുണ്ടെങ്കിൽ പറയണം, നിങ്ങൾക്ക് റിവാർഡ് തരാം എന്നൊക്കെ അദ്ദേഹം ഓഫർ ചെയ്യുന്നു. പക്ഷേ ആരും ഒരു വിവരവുമായിട്ട് മുന്നോട്ട് വരുന്നില്ല. ടിറേസിയാസ് അറൈവ്സ്. അങ്ങനെ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള പ്രവാചകൻ ടിറേസിയാസ് അവിടെ എത്തുന്നു. ഇനീഷ്യലി റിലക്റ്റഡ് ടു സ്പീക്ക്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ ഈ പ്രവാചകൻ തയ്യാറാവുന്നില്ല. ഫൈനലി ടെൽസ് ഈഡിപ്പസ് ഹിംസെൽഫ് ഓഫ് ബീയിങ് ദ മർഡറർ. അങ്ങനെ രാജാവിൻ്റെ അടുത്ത് ചോദ്യത്തിന് മറുപടി കൊടുത്തില്ലെങ്കിൽ നമുക്കറിയാം രാജാവ് ഭീഷണിപ്പെടുത്തും, ശിക്ഷിക്കുന്നൊക്കെ പറയും. അങ്ങനെ അവസാനം ഈ പ്രവാചകൻ തയ്യാറാവുകയാണ് പറയുന്നതിന് വേണ്ടിയിട്ട്. ഇയാൾ പറയുന്നത് ഈഡിപ്പസ് തന്നെയാണ് പഴയ രാജാവിനെ കൊന്നത് എന്നുള്ള രീതിയിലാണ്. ഈഡിപ്പസ് അക്യൂസസ് ടെറേസിയാസ് ആൻഡ് ക്രിയോൺ ഹിസ് ബ്രദർ ഇൻ ലോ ഓഫ് കൺസ്പയറിംഗ് എഗെയിൻസ്റ്റ് ഹിം. സ്വാഭാവികമായിട്ടും ഈഡിപ്പസ് ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ പ്രവാചകനെ വിളിക്കാൻ പോയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബ്രദർ ഇൻ ലോയും ഈ പ്രവാചകനും കൂടിയിട്ട് ഇദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. രാജാവിനെ പുറത്താക്കിയിട്ട് സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, രാജാവാണ് കൊലയാളി എന്നൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിൽ ഈഡിപ്പസ് കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ദ കോറസ് വണ്ടേഴ്സ് ദ അക്യൂസേഷൻ ബട്ട് സ്റ്റേസ് ലോയൽ ടു ദ കിങ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എവിഡൻസ്. കോറസ്, ഈ സദസ്സിലുള്ള ആളുകൾ, അവർ ഈ ഒരു പ്രവചനം കേൾക്കുമ്പോൾ ഈ രാജാവാണ് മുന്നത്തെ രാജാവിനെ കൊന്നത് എന്നുള്ള കാര്യം കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത്ഭുതപ്പെടുന്നു. പക്ഷെ തെളിവുകളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അവർ ഈഡിപ്പസിന് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുകയാണ്. പാർട്ട് 3. ജൊക്കാസ്റ്റ, ഈഡിപ്പസിസ് വൈഫ്, റിയോഷ്യൂസ് ദാറ്റ് പ്രൊഫറ്റ്സ് കാൺ ബി ട്രസ്റ്റഡ്. ഈഡിപ്പസ് എന്നിട്ട് വൈഫിൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നു. നിങ്ങളുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്, ഞാനാണ് കൊലയാളി എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്ന് പറയുന്ന സമയത്ത് ഈ ജൊക്കോസ്റ്റ ഇയാളുടെ വൈഫ് പറയുന്നത് അല്ലെങ്കിലും ഈ പ്രവാചകന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്.
As proof, she tells him about a prophecy that claimed her son would kill her husband, which was avoided by abandoning her son on a mountain. അതിന് തെളിവായിട്ട് അവർ പറയുന്നത് അവരുടെ മകൻ അവരുടെ ഹസ്ബൻഡിനെ കൊല്ലും എന്നുള്ളൊരു പ്രവചനം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ മരിച്ചു പോയിട്ടുള്ള മുന്നത്തെ രാജാവ് അയാളുടെ മകനാൽ കൊല ചെയ്യപ്പെടും എന്നൊരു പ്രവചനം ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മകനെ ഒരു മൗണ്ടെയിനിൽ, ഒരു പർവ്വതത്തിൽ, ഒരു കാട്ടിൽ പോയിട്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ പ്രവചനമൊക്കെ നടക്കാതെ പോയി. അതുകൊണ്ട് പ്രവാചകന്മാരെ ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. A messenger arrives from Corinth with the news that King Polybus, whom Oedipus believed to be his father, has died. ഈ സമയത്ത് മറ്റൊരു സന്ദേശവാഹകൻ വരുന്നു. ഈഡിപ്പസിന്റെ പിതാവ് പോളിബസ് മരണപ്പെട്ടു. അതായത് പ്രായമായിട്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഒരു സന്ദേശവാഹകൻ വന്നിട്ട് വിവരം കൊടുക്കുന്നു. ഈഡിപ്പസ് ഹിംസെൽഫ് ഹാഡ് ഹേർഡ് എ പ്രൊഫസി ദാറ്റ് ഹി വുഡ് കിൽ ഹിസ് ഫാദർ ഈസ് നൗ റിലീവ്ഡ്. ഈഡിപ്പസിന് ഇത് കേൾക്കുമ്പോൾ ആശ്വാസമായി. കാരണം ഈഡിപ്പസും ഒരു പ്രവചനം കേട്ടിട്ടുണ്ടായിരുന്നു, സ്വന്തം പിതാവിനെ അയാൾ വധിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ തൻ്റെ പിതാവ് ഇങ്ങനെ സ്വാഭാവികമായിട്ടുള്ള മരണത്തിനാണ് ഇടയായത് എന്ന് കേൾക്കുന്ന സമയത്ത് ഈ പ്രവാചകന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അയാൾക്ക് ആശ്വാസമായി. However, the messenger reveals that Polybus was not Oedipus' biological father. എന്നാൽ ഈ സമയത്താണ് ഈ മെസ്സഞ്ചർ പറയുന്നത് പോളിബസ് ഈഡിപ്പസിന്റെ യഥാർത്ഥ പിതാവല്ല, ഈഡിപ്പസിനെ അയാൾ എടുത്തു വളർത്തുകയാണ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം അവിടെ പറയുന്നു. His suspicions grow when he learns the details about the crossroads incident where Laius was killed. ഇനി മുന്നത്തെ രാജാവ് കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് ഇയാളുടെ സംശയങ്ങൾ കൂടുന്നു. ഒരു ക്രോസ് റോഡിൽ വെച്ചിട്ട്, അതായത് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് രണ്ട് വാഹനങ്ങൾ അവിടെ നിന്നും ഇവിടുന്ന് വരുന്ന സമയത്ത് ആരുടെ വാഹനം ആദ്യം കടന്നു പോകണം എന്നതിനെ ചൊല്ലിയുണ്ടാവുന്ന ഒരു തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുന്നത്തെ രാജാവ് കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് ഈഡിപ്പസ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം ഓർക്കുകയും ഇയാളുടെ സംശയങ്ങൾ കൂടി വരികയും ചെയ്യുന്നു. The chorus glorifies gods and destiny, rejecting human pride. കോറസ് ഈ സമയത്ത് ദൈവങ്ങളെയും അതുപോലെ തന്നെ വിധിയെയും ഒക്കെ പ്രശംസിക്കുകയാണ്. മനുഷ്യൻ്റെ അഹങ്കാരത്തെ അവർ തള്ളിപ്പറയുന്നു. Part 4. The messenger reveals that Oedipus was given to him as a baby and he brought him to the Corinth. നേരത്തെ പറഞ്ഞതുപോലെ ഈ പോളിബസ് എന്ന് പറയുന്ന ആൾ ഈഡിപ്പസിനെ എടുത്തു വളർത്തുകയാണ് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഈഡിപ്പസ് ഈ സന്ദേശവാഹനിൽ നിന്ന് കേൾക്കുന്നു. This leads Oedipus to realize that the prophecy has come true and he has unknowingly killed his father and married his mother. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് പിന്നെ ഈ ക്രോസ് റോഡ് ഇൻസിഡൻറ്റ്, ഇങ്ങനെ ഒരു ക്രോസ് റോഡിൽ വെച്ചിട്ട് ഈഡിപ്പസ് ഒരാളെ കൊല ചെയ്തിട്ടുള്ളത് ആ കാര്യം അയാൾക്ക് അറിയാം. അതെല്ലാം ചേർത്ത് വായിക്കുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലാവുകയാണ് താൻ തന്നെയാണ് ഈ മരിച്ചു പോയിട്ടുള്ള രാജാവിൻ്റെ മകൻ, താൻ തന്നെയാണ് സ്വന്തം പിതാവിനെ കൊല ചെയ്യുകയും മാതാവിനെ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ജൊക്കാസ്റ്റ, ഹൊറിഫൈഡ് ബൈ ദ ട്രൂത്ത്, ഹാങ്സ് ഹെർസെൽഫ്. ജൊക്കാസ്റ്റ സ്വാഭാവികമായിട്ടും ഹൊറിഫൈഡ് ആണ്. കാരണം സ്വന്തം ഭർത്താവിനെ മകനാണ് കൊല ചെയ്തത്, എന്നിട്ട് മകനെയാണ് വിവാഹം കഴിച്ചത്. അത് അവർ അറിയാതെ ചെയ്തിട്ടുള്ളതാണ്, ഐഡൻറ്റിറ്റി അറിയാതെ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ആ സത്യം അറിയുന്ന സമയത്ത് ആ വിഷമത്തിൽ, ദുഃഖത്തിൽ അവർ സ്വയം ജീവൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈഡിപ്പസ്, ഫിൽഡ് വിത്ത് ഗിൽട്ട് ആൻഡ് ഷെയിം, ബ്ലൈൻഡ്സ് ഹിംസെൽഫ് വിത്ത് ജൊക്കാസ്റ്റാസ് ബ്രൂച്ചസ്. ഇനി ഈഡിപ്പസ് ആണെങ്കിൽ ഈ അപമാനവും അതുപോലെ കുറ്റബോധവും ഒക്കെ നിറഞ്ഞിട്ട് ഈ വൈഫിൻ്റെ പിന്നെടുത്തിട്ട് സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. He begs to be exiled and leaves Thebes, guided by his daughters Antigone and Ismene. എന്നിട്ട് ഈഡിപ്പസ് ഈ പുതിയ രാജാവിനോട്, അതായത് ഇയാളുടെ ബ്രദർ ഇൻ ലോയുടെ അടുത്ത് പറയുന്നു തന്നെ നാട് കടത്തണം എന്ന് പറയുന്നു. എന്നിട്ട് തൻ്റെ മക്കൾ ഇയാളെ നാടിന് പുറത്തേക്ക് നയിക്കുകയാണ്. കാരണം ഇയാൾ കണ്ണൊക്കെ കുത്തിപ്പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ദെൻ ദ കോറസ് ലാമൻസ് ട്രാജിക് ഫേറ്റ് ഓഫ് ഈഡിപ്പസ്. അങ്ങനെ ഈഡിപ്പസിൻ്റെ ഈ ഒരു ദുരന്ത വിധിയെ കുറിച്ചിട്ട് ഇങ്ങനെ വിലപിച്ചുകൊണ്ടാണ് കോറസ് ഈ നാടകം അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡിസാസ്റ്റർ ഡസ് ബിഫോർ ദ സിറ്റി ഓഫ് ഏതൻസ്? ഏതൻസ് നഗരത്തിൽ എന്ത് ദുരന്തമാണ് വന്ന് ഭവിച്ചിട്ടുണ്ടായിരുന്നത്? ദ സിറ്റി ഓഫ് തീബ്സ് ഈ സ്ട്രക്ക് ബൈ എ ടെറിബിൾ പ്ലേഗ്. ഒരു പ്ലേഗ് ആണ്, ഒരു പകർച്ചവ്യാധിയാണ് അവിടെ ആകെ പിടിപെട്ടിട്ടുണ്ടായിരുന്നത്. വാട്ട് ഇൻഫോർമേഷൻ ഈസ് ബ്രോഡ് ബൈ ക്രിയോൺ ഫ്രം ദി ഒറാക്കിൾ ഓഫ് ഡെൽഫി? ഇനി ഈ ഡെൽഫിയിലുള്ള പ്രവാചകയിൽ നിന്ന് എന്ത് വിവരമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? ക്രിയോൺ ബ്രിങ്സ് ഇൻഫോർമേഷൻ that the plague is a result of the city's failure to bring the murderer of King Laius to justice.
ഇവിടുത്തെ മുന്നത്തെ രാജാവിനെ കൊല ചെയ്ത ആളെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തതിൻ്റെ ദൈവകോപമാണ് ഈ പ്ലേഗ് എന്നുള്ള ഒരു വിവരമാണ് ഈ പ്രവാചകനിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഫ്രം ഹൂസ് കേഴ്സ് ഡിഡ് ഈഡിപ്പസ് റെസ്ക്യൂ തീപ്സ്. ഇനി ഈ നഗരത്തെ എന്തിൽ നിന്നാണ് ഈഡിപ്പസ് രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്? ഈഡിപ്പസ് റെസ്ക്യൂഡ് തീപ്സ് ഫ്രം ദ കേഴ്സ് ഓഫ് ദ സ്ഫിങ്സ്. സ്ഫിങ്സ് എന്ന് പറയുന്ന മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള ഒരു രാക്ഷസനിൽ നിന്നാണ് ഈഡിപ്പസ് മുൻപ് ഈ നഗരത്തെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. വേർ വാസ് ലായൂസ് കിൽഡ്. ഇനി മുൻപത്തെ രാജാവ് എവിടെയാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്? ലായൂസ് വാസ് കിൽഡ് അറ്റ് എ ക്രോസ് റോഡ്സ് ഓവർ ആൻ ആർഗ്യുമെന്റ് ഹു വിൽ ക്രോസ് ദ റോഡ് ഫസ്റ്റ്. ഈ മുൻപത്തെ രാജാവ് ഒരു ക്രോസ് റോഡിൽ ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു വാഹനം എതിരെ വരുന്ന സമയത്ത് ആരുടെ വാഹനം ആദ്യം കടന്നു പോകണം എന്നതിനെ ചൊല്ലിയുണ്ടാവുന്ന തർക്കവും അതിനെ തുടർന്നുണ്ടാവുന്ന സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് അയാൾ കൊല ചെയ്യപ്പെടുന്നത്. വൈ ഡിഡ് ടെറേസിയാസ് റിഫ്യൂസ് ടു ടെൽ ദ ട്രൂത്ത്. ഇനി ബ്ലൈൻഡ് ആയിട്ടുള്ള പ്രവാചകൻ വന്ന സമയത്ത് സത്യം പറയാൻ വേണ്ടി ആദ്യം മടിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? Teresias refused to tell the truth initially because he was reluctant to reveal the devastating truth to Oedipus. കാരണം അയാൾക്ക് പറയാനുണ്ടായിരുന്നത് ഒരു ദുരന്തമായിട്ടുള്ള സത്യമാണ്. കാരണം ഈഡിപ്പസ് തന്നെയാണ് മുൻപത്തെ രാജാവിനെ കൊല ചെയ്തതെന്നുള്ള ഒരു സത്യമാണ് അയാൾക്ക് പറയാനുണ്ടായിരുന്നത്. അത് പറയാനുള്ള മടി കൊണ്ടാണ് ആൾ തുടക്കത്തിൽ പറയാതിരുന്നത്. വാട്ട് ഹാപ്പൻ ടു ജൊക്കാസ്റ്റ ആഫ്റ്റർ ഡിസ്കവറിംഗ് ദ ട്രൂത്ത്. സത്യം മനസ്സിലാക്കിയതിനു ശേഷം ജൊക്കാസ്റ്റ അവിടുത്തെ രാജ്ഞി എന്താണ് ചെയ്യുന്നത്? ജൊക്കാസ്റ്റ ഹാങ്സ് ഹെർസെൽഫ് ആഫ്റ്റർ ഡിസ്കവറിംഗ് ദ ട്രൂത്ത് അബൌട്ട് റിലേഷൻഷിപ്പ് വിത്ത് ഈഡിപ്പസ്. സ്വന്തം ഹസ്ബൻഡ് മകനാലാണ് കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളതും മകനെയാണ് താനിപ്പോൾ വിവാഹം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയുന്ന സമയത്ത് ജൊക്കാസ്റ്റ സ്വയം ജീവനെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഇലാബറേറ്റ് ചെയ്തുകൊണ്ടും സമ്മറി ഉപയോഗിച്ചുകൊണ്ടും നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ദ റോൾ ഓഫ് ദ കോറസ് ഇൻ ഈഡിപ്പസ് റെക്സ്. ഈ പ്ലേയിൽ കോറസിൻ്റെ റോളാണ് ചോദിച്ചിട്ടുള്ളത്. ദ കോറസ് സെർവ്സ് ആസ് എ നരേറ്റർ പ്രൊവൈഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആൻഡ് കമൻ്ററി ഓൺ ദി ഇവൻറ്റ്സ്. ഒരു നരേറ്ററെ പോലെയാണ് കോറസ് പ്രവർത്തിക്കുന്നത്. അതായത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും കമൻ്ററി എല്ലാം നമുക്ക് കോറസിൽ നിന്നാണ് ലഭിക്കുന്നത്. ദ റിഫ്ലക്ട് ദ ജനറൽ മൂഡ് ഓഫ് ദ സിറ്റി ആൻഡ് ഇറ്റ്സ് സിറ്റിസൺസ്, ഓഫ്റ്റൻ എക്സ്പ്രസിംഗ് ഫിയർ, സോറോ ഓർ ഹോപ്പ്. പിന്നെ ജനങ്ങളുടെ പൊതുവികാരം നമുക്ക് ലഭിക്കുന്നത് കോറസിൽ നിന്നാണ്. ഒരു നാടകം എന്ന നിലയിൽ നാട്ടുകാരെ മുഴുവൻ അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ആ ജനങ്ങളുടെ ഒരു പൊതുവികാരം നമുക്ക് കോറസിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ പ്ലേഗ് മൂലമുള്ള അവരുടെ ഭയം, അവരുടെ പ്രാർത്ഥന, അവരുടെ പ്രതീക്ഷ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കോറസിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. The chorus also serves as a moral voice, offering advice and wisdom to the characters, especially Oedipus. കൂടാതെ ഒരു മോറൽ വോയിസ്, ഒരു ധാർമ്മിക ശബ്ദം എന്നുള്ള രീതിയിലും കോറസ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്യാരക്ടേഴ്സിന് അഡ്വൈസ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈഡിപ്പസിനെ പോലുള്ള ക്യാരക്ടേഴ്സിന് ഇദ്ദേഹത്തിൻ്റെ ഈ എടുത്തുചാട്ടം, ദേഷ്യം തുടങ്ങിയവയെ കുറിച്ചിട്ടുള്ള അഡ്വൈസുകളും മറ്റു കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ആ രീതിയിലും ഈ കോറസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ ഈ പ്ലേയിൽ വലിയ നിർണായകമായിട്ടുള്ളൊരു റോളാണ് കോറസ് വഹിക്കുന്നത്. ക്രിട്ടിക്കൽ നോട്ട് ഓൺ ദ ഡെൽഫിക് ഒറാക്കിൾ. ഇനി ഈ ഡെൽഫിക്കിലുള്ള ഈ ഒരു പ്രവാചകയെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഡെൽഫിക് ഒറാക്കിൾ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ പ്ലേ ആസ് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ദ പ്രൊഫസി ദാറ്റ് ഡ്രൈവ്സ് ദ പ്ലോട്ട്. ഈ പ്ലോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രൊഫസിയുടെ സോഴ്സ്, അതായത് എന്തുകൊണ്ടാണ് അവിടെ പ്ലേഗ് ഉണ്ടായത്, അതിൻ്റെ കാരണം അന്വേഷിച്ചു പോയിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ സോഴ്സ് എന്ന രീതിയിൽ ഈ പ്ലേയിൽ അത് നിർണായകമാണ്. However, the oracle's messages are often ambiguous and open to interpretation, leading to tragic misunderstandings. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇത് ആംബിഗസ് ആണ്, കൃത്യമായിട്ടുള്ള വിവരങ്ങളല്ല ലഭിക്കുന്നത്. അതായത് ഈ മുന്നത്തെ രാജാവിൻ്റെ കൊലയാളിയെ നീതിക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണ് നീതി എന്നുള്ള കാര്യം ഇവിടെ പറയുന്നില്ല. ഇപ്പോൾ ഈഡിപ്പസിൻ്റെ അടുത്ത് കണ്ണു കുത്തി പൊട്ടിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ മുന്നത്തെ രാജാവിൻ്റെ കൊലയാളിയെ കണ്ടുപിടിച്ചിട്ട് അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. മാത്രമല്ല പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഈ പ്രവചനത്തിൽ ഇല്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. The oracle's influence raises questions about the nature of fate and free will as characters struggle to understand and change their destinies. മറ്റൊന്ന് ഫെയ്റ്റ് എന്നുള്ള കൺസെപ്റ്റാണ്. അതായത് മനുഷ്യർക്ക് എത്രമാത്രം അവരുടെ ജീവിതത്തിൽ നിയന്ത്രണമുണ്ട് എന്നുള്ള രീതിയിലാണ്. അവരുടെ വിധി മുന്നേ കൂട്ടി തീരുമാനിച്ചു വെച്ചത് കാരണം കൊണ്ടാണല്ലോ ഈ പ്രവാചകർക്ക് അത് മുൻകൂട്ടി പറയാൻ വേണ്ടി സാധിക്കുന്നത്. ആ രീതിയിലുള്ള കൺസെപ്റ്റും ഇതിലൂടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. തീം ഓഫ് സൈറ്റ് ആൻഡ് ബ്ലൈൻഡ്നെസ് ഇൻ ഈഡിപ്പസ്. ഇനി കാഴ്ചയുടെയും അന്ധതയുടെയും തീമാണ് ചോദിച്ചിട്ടുള്ളത്. സൈറ്റ് ആൻഡ് ബ്ലൈൻഡ്നെസ് ആർ റിക്കറിംഗ് മോട്ടീവ്സ് ദാറ്റ് സിംബലൈസ് നോളജ് ആൻഡ് ഇഗ്നോറൻസ്.
നമുക്കറിയാം ഈ സൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് അറിവിനെയും അറിവില്ലായ്മയെയും സിംബലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈഡിപ്പസ്, who is physically sighted, is blind to the truth of his identity and his past actions until the end of the play. ഈഡിപ്പസിന് കാഴ്ചയുണ്ട്, പക്ഷേ അയാളുടെ ഐഡന്റിറ്റിയെ കുറിച്ചിട്ടും അയാളുടെ ജീവിതത്തിലെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അയാൾക്ക് അറിയില്ല. Tiresias, the blind prophet, is ironically the one who can see the truth, highlighting the theme of spiritual insight versus physical sight. ഇനി ടെറേസിയസ് എന്ന് പറയുന്ന അന്ധനായിട്ടുള്ള പ്രവാചകനാണ് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയുന്നത്. അയാൾക്ക് കാഴ്ചയില്ലെങ്കിലും പക്ഷേ സത്യങ്ങൾ അയാൾക്കറിയാം. ഈ രീതിയിൽ സ്പിരിച്വൽ ഇൻസൈറ്റ്, ഉൾക്കാഴ്ച എന്ന് പറയുന്നതിനാണ് പുറമേയുള്ള കാഴ്ചയേക്കാളും പ്രസക്തി എന്നുള്ള ഒരു തീമാണ് നമുക്ക് ഈ പ്ലേയിൽ നിന്ന് ലഭിക്കുന്നത്. ഹൗ ഈഡിപ്പസ് ട്രാജിക് ഫ്ലോ ലീഡ്സ് ടു ഇറ്റ്സ് ഡൗൺഫോൾ. ഇനി ഈഡിപ്പസിൻ്റെ എന്ത് ട്രാജിക് ഫ്ലോയാണ് അയാളുടെ ഈ ഒരു ദുരന്തത്തിലേക്ക്, തകർച്ചയിലേക്ക് നയിക്കുന്നത്? ഈഡിപ്പസ് ട്രാജിക് ഫ്ലോ ഈസ് ഹുബ്രിസ് ഓർ എക്സസീവ് പ്രൈഡ്. അയാളുടെ ഫ്ലോ എന്ന് പറയുന്നത് ഹുബ്രിസ് ആണ്, അതായത് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, അഹങ്കാരം തുടങ്ങിയിട്ടുള്ളതാണ് അയാളുടെ ഒരു ഫ്ലോ ആയിട്ട് വരുന്നത്. വിച്ച് ലീഡ്സ് ഹിം ടു ഡിഫൈ ദ ഗോഡ്സ് ആൻഡ് അറ്റംപ്റ്റ് ടു എസ്കേപ്പ് ഹിസ് ഫേറ്റ്. അങ്ങനെയാണ് അയാൾ ദൈവങ്ങളുടെ ഈ പ്രവചനത്തിൽ നിന്ന് മാറിക്കൊണ്ട് സ്വന്തം വിധിയിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നത്. ഹിസ് റിലൻലെസ് പെർസ്യൂട്ട് ഓഫ് ദ ട്രൂത്ത്, മോട്ടിവേറ്റഡ് ബൈ എ ഡിസയർ ടു സേവ് തീബ്സ്, അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ദ റെവലേഷൻ ഓഫ് ഹിസ് ക്രൈംസ് ആൻഡ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ പ്രൊഫസി. മറ്റൊന്ന് അയാളുടെ റിലൻലെസ് പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത് ആണ്. സത്യം അറിയാൻ വേണ്ടിയിട്ട് അയാൾ അതിൻ്റെ അറ്റം വരെ പോവുകയാണ്. ഈ മുൻപത്തെ രാജാവ് കൊല ചെയ്യപ്പെട്ടതിൻ്റെ സത്യം അത് ആരെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് അയാൾക്ക് ഇയാളുടെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സത്യങ്ങൾ തിരിച്ചറിയേണ്ടി വരുന്നത്. ഈഡിപ്പസ് ഡൗൺഫോൾ സെർവ്സ് ആസ് എ വാർണിംഗ് അഗെയിൻസ്റ്റ് പ്രൈഡ് ആൻഡ് അറോഗൻസ്. മറ്റൊന്ന് വരുന്നത് അറോഗൻസ് ആണ്. അതായത് അയാളുടെ ഒരു ടെമ്പർ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പ്രവചനം സത്യമാവാനുള്ള കാരണം ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ആരുടെ വാഹനം ആദ്യം പോകണം എന്ന കാര്യത്തെ ചൊല്ലിയാണ് ഈ തർക്കം ഉണ്ടാവുകയും ഈഡിപ്പസ് ഒരാളെ കൊല ചെയ്യുകയും ചെയ്യുന്നത്. ഈ കൊല ചെയ്യുന്ന സമയത്ത് അത് സ്വന്തം പിതാവായിരുന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ലായിരുന്നെങ്കിലും ഇത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യത്തിന് ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്തു എന്നുള്ളത് ഈഡിപ്പസിൻ്റെ ക്യാരക്ടറിലൊരു ഫ്ലോ ആയിട്ട് നമുക്ക് കാണേണ്ടി വരും. ആസ് ഹി അൺവിറ്റിംഗ്ലി ബ്രിങ്സ് അബൌട്ട് ഹിസ് ഓൺ ഡിസ്ട്രക്ഷൻ ത്രൂ ഹിസ് ആക്ഷൻസ്. ആ രീതിയിൽ അയാളുടെ ഈ ക്യാരക്ടർ ഫ്ലോ തന്നെയാണ് അയാളുടെ ഒരു ദുരന്തത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ട്രാജഡി ഈസ് എ റെപ്രസെൻറ്റേഷൻ വിച്ച് ബൈ മീൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ എഫക്ട്സ് എ പ്രോപ്പർ പർഗേഷൻ ഓഫ് സച്ച് ഇമോഷൻസ്. എക്സാമിൻ ഈഡിപ്പസ് റെപ്സ് ഇൻ ദ ലൈറ്റ് ഓഫ് ദിസ് കോട്ട് ബൈ അരിസ്റ്റോട്ടിൽ. അതായത് ദുരന്ത നാടകങ്ങൾ എന്ന് പറയുന്നത് കാഴ്ചക്കാരിൽ പിറ്റിയും ഫിയറും ഉണ്ടാക്കിയിട്ട് അവരുടെ ഇമോഷൻസിനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള അരിസ്റ്റോട്ടിലിൻ്റെ കോട്ടാണ്. ഈ നാടകത്തെ ഈ കോട്ടുമായി ബന്ധപ്പെടുത്തി വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. Oedipus Rex aligns with Aristotle's definition of tragedy as it evokes both pity and fear in the audience. അരിസ്റ്റോട്ടലിന്റെ ഈ കോട്ടുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു പ്ലേ തന്നെയാണ് ഈഡിപ്പസ് റെക്സ് എന്ന് പറയുന്നത്. കാരണം കാഴ്ചക്കാരിൽ ഇത് ഒരു ദയയും സഹതാപവും അതുപോലെ തന്നെ ഭയവും ഉണ്ടാക്കുന്നുണ്ട്. The audience pities Oedipus for his tragic fate as he unknowingly fulfills the prophecy and suffers a terrible downfall. സ്വാഭാവികമായിട്ടും ഓഡിയൻസിന് ഈഡിപ്പസിനോട് സഹതാപം തോന്നുന്നുണ്ട്. കാരണം അയാൾ അറിയാതെയാണ് ഈ ഒരു പ്രവചനം സാക്ഷാത്കരിക്കുന്നത്. The play also instills fear as it explores the consequences of ignorance and the limits of human knowledge. കൂടാതെ കാഴ്ചക്കാരിൽ ഭയവും ഉണ്ടാക്കുന്നുണ്ട്. കാരണം മനുഷ്യർക്ക് അവരുടെ പ്രവൃത്തികളെ കുറിച്ചിട്ട് എത്രമാത്രം അറിയും, അവരുടെ ജീവിതം എത്രമാത്രം അവരുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ പ്ലേ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് കാഴ്ചക്കാരിൽ ഭയം ഉണ്ടാക്കുന്നതാണ്. ത്രൂ എക്സ്പോഷർ ടു ദീസ് ഇമോഷൻസ് ദ ഓഡിയൻസ് experiences a cleansing effect, releasing their own pent-up pity and fear in a safe environment. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നതിന് പകരം ഒരു വേദിയിൽ നാടകത്തിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ട് അവരുടെ ഉള്ളിലുള്ള ഈ ഒരു ഭയവും അതുപോലെ തന്നെ സഹതാപവും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓഡിയൻസിന് സാധിക്കും. Oedipus' suffering serves as a cautionary tale, prompting reflection on our limitations and vulnerabilities. നമ്മുടെ ദൗർബല്യങ്ങളെ കുറിച്ചിട്ടും നമ്മുടെ ലിമിറ്റേഷൻസിനെ കുറിച്ചിട്ടും ഓഡിയൻസിനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലേ പ്രേരിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ അരിസ്റ്റോട്ടലിൻ്റെ ട്രാജഡി എന്നുള്ള ഡെഫിനേഷനുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു പ്ലേ ആണ് ഈഡിപ്പസ് റെക്സ് എന്ന് നമുക്ക് പറയാം. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, to what extent can the dictum character is destiny be applied to Oedipus Rex? Justify your answer.
ഇനി ഒരാളുടെ ക്യാരക്ടറാണ് ആളുടെ വിധിയെ നിർണ്ണയിക്കുന്നത് എന്നുള്ള കാര്യം ഈ പ്ലേയിൽ എത്രമാത്രം നമുക്ക് കാണാൻ കഴിയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Character is destiny is highly applicable to Oedipus Rex, as Oedipus's character traits, particularly his hubris and determination, drive the plot. നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു പ്രവചനത്തിന്റെ ഭാഗമായിട്ടാണ് ഈഡിപ്പസ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അയാളുടെ ക്യാരക്ടർ, ഈ അഹങ്കാരം, അതുപോലെ തന്നെ ടെമ്പർ, പെട്ടെന്ന് ദേഷ്യം വരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ പ്രവചനം സത്യമാവുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ക്യാരക്ടർ തന്നെയാണ് വിധി നിർണ്ണയിക്കുന്നത് എന്ന് നമുക്ക് ഈ പ്ലേയിൽ കാണാൻ വേണ്ടി സാധിക്കും. Oedipus's tragic flow of hubris leads him to ignore warnings, ultimately leading to his downfall. കൂടാതെ അയാളുടെ ഈ ഒരു അഹങ്കാരം കാരണം കൊണ്ട് ഈ വാർണിങ്സ് അയാൾ കേൾക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള പ്രവാചകൻ വരുന്ന സമയത്ത് സത്യം വെളിപ്പെടുത്താത്ത സമയത്ത് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ സത്യം പറയിക്കുക. ആ രീതിയിൽ ഇയാളുടെ ഈ ഒരു അഹങ്കാരം അതുപോലെ തന്നെ അമിത ആത്മവിശ്വാസമൊക്കെ ഇയാളുടെ ദുരന്തത്തിലേക്ക് നയിക്കുന്നുണ്ട്. Oedipus's pride and his stubborn pursuit of truth ultimately lead to his downfall. His desire to control his fate ironically fuels his tragedy. മറ്റൊന്ന് ഇയാളുടെ ഈ സ്റ്റബോൺ പർസ്യൂട്ട് ഓഫ് ട്രൂത്ത്, സത്യം കണ്ടെത്താൻ ഏതറ്റം വരെ പോകും, അതായത് മനുഷ്യർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം അംഗീകരിക്കാൻ തയ്യാറാവാതെ സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോവും എന്നുള്ള അയാളുടെ ഒരു ക്യാരക്ടർ അയാളുടെ ദുരന്തത്തിലേക്ക് നയിക്കുന്നുണ്ട്. അങ്ങനെയാണ് അയാൾക്ക് ഇയാളുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അറിയേണ്ടി വരുന്നത്. അതായത് പ്രവചനത്തിൽ പറയുന്നത് ഈഡിപ്പസ് ഇങ്ങനെ സ്വന്തം പിതാവിനെ വധിക്കുമെന്ന് മാത്രമാണ്. അതിന്റെ കുറ്റബോധം കാരണം കൊണ്ട് ഈഡിപ്പസ് ഇങ്ങനെ കണ്ണു പൊട്ടിക്കും എന്നുള്ളത് പ്രവചനത്തിൽ പറയുന്നില്ല. അതിലേക്ക് നയിക്കുന്നത് ആ സത്യം കണ്ടെത്തുന്നവരെ അയാൾ അതിന്റെ പുറകെ പോയതുകൊണ്ടാണ്. His quick temper and disregard for warnings contribute to the fulfillment of the prophecy. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ ക്വിക്ക് ടെമ്പറാണ്. അതായത് ഒരു റോഡിൽ ആരുടെ വണ്ടി ആദ്യം പോകണം എന്നുള്ള കാര്യത്തിനൊക്കെയാണ് അവിടെ തർക്കം ഉണ്ടാവുന്നതും അതിൻ്റെ പേരിൽ ഈഡിപ്പസ് ഒരാളെ വധിക്കുകയും ചെയ്യുന്നത്. വധിക്കുന്ന സമയത്ത് അത് സ്വന്തം പിതാവാണ് എന്ന് അയാൾക്ക് അറിയുമായിരുന്നില്ലെങ്കിലും അത്തരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വയലൻ്റ് ആവുക എന്നുള്ളത് ആളുടെ ക്യാരക്ടറിൻ്റെ ഒരു പ്രശ്നമാണ്. ആ രീതിയിൽ ക്യാരക്ടർ തന്നെയാണ് വിധി നിർണ്ണയിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ പ്ലേയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്ലേയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്